സങ്കല്പിക്കാൻ പോലും പറ്റാത്ത ഒരു നിഗൂഢത. നിങ്ങൾ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ നടുവിലൂടെ യാത്ര ചെയ്യുകയാണ്. ദൂരത്ത് ഒരു ഭീമൻ കപ്പൽ നിയന്ത്രണമില്ലാതെ ഒഴുകി നടക്കുന്നത് നിങ്ങൾ കാണുന്നു. നിങ്ങൾ അതിനടുത്തേക്ക് ചെന്ന് ഉറക്കെ വിളിച്ച് ചോദിക്കുന്നു, പക്ഷേ മറുപടിയില്ല. ഒടുവിൽ നിങ്ങൾ ആ കപ്പലിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ നിങ്ങളെ കാത്തിരിക്കുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ അദൃശ്യ രഹസ്യമാണ്. കപ്പലിലെ പാത്രങ്ങളിൽ ആഹാരമുണ്ട്, കുടിവെള്ളമുണ്ട്, ജീവനക്കാരുടെ ആഡംബര വസ്ത്രങ്ങളും വിലപിടിപ്പുള്ള വസ്തുക്കളും അതേപടിയുണ്ട്. കപ്പലിന് ഒരു കേടുപാടുമില്ല. കടൽ ശാന്തമാണ്. പക്ഷേ ഒരു കാര്യം മാത്രം അവിടെയില്ല. ആ കപ്പലിൽ ഉണ്ടായിരുന്ന ഒരൊറ്റ മനുഷ്യൻ പോലും അവിടെയില്ല. ആക്രമണം നടന്നതിന്റെ ഒരു ലക്ഷണവുമില്ല. ഒരു തുള്ളി ചോരപ്പാടില്ല. 10 മനുഷ്യർ കടലിന്റെ നടുവിൽ വെച്ച് വായുവിൽ അലിഞ്ഞു പോയതുപോലെ അപ്രത്യക്ഷമായിരിക്കുന്നു. മേരി സെലസ്റ്റ് എന്ന ഈ ഗോസ്റ്റ് ഷിപ്പിന്റെ കഥ കേവലം ഒരു മുത്തശ്ശി കഥയല്ല. ശാസ്ത്രവും ലോകത്തിലെ ഏറ്റവും മികച്ച ഇൻവെസ്റ്റിഗേറ്റർമാരും 150 വർഷമായി തല പുകച്ചിട്ടും ഉത്തരം കിട്ടാത്ത യഥാർത്ഥ ചരിത്രമാണ്. ആ രാത്രിയിൽ അവിടെ എന്താണ് സംഭവിച്ചത്? 1972 ഡിസംബർ 5 ഡി ഗ്രാറ്റിയ എന്ന ബ്രിട്ടീഷ് ചരക്കു കപ്പൽ പോർച്ചുഗലിനും അസോറസ് ദ്വീപുകൾക്കും ഇടയിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. അപ്പോഴാണ് ക്യാപ്റ്റൻ ഡേവിഡ് മൂർഹൌസ് ആ വിചിത്രമായ കപ്പൽ കാണുന്നത്. വിചിത്രമായ രീതിയിൽ പാതി നിവർത്തിയ പായകളോടെ ആ കപ്പൽ വശങ്ങളിലേക്ക് ചരിഞ്ഞ് ഒഴുകുകയായിരുന്നു. മൂർഹൌസിന് ആ കപ്പൽ പെട്ടെന്ന് മനസ്സിലായി അത് തന്റെ സുഹൃത്തായ ക്യാപ്റ്റൻ ബെഞ്ചമിൻ ബ്രിഗ്സിന്റെ മേരി സെലസ്റ്റ് ആയിരുന്നു. തനിക്ക് തൊട്ടു മുമ്പ് ന്യൂയോർക്കിൽ നിന്നും പുറപ്പെട്ട കപ്പലാണത്. എന്തോ അപകടം പറ്റിയെന്ന് കരുതി മൂർഹൌസ് തന്റെ ആളുകളെ ആ കപ്പലിലേക്ക് അയച്ചു. അവർ കപ്പലിൽ കാലുകുത്തിയ നിമിഷം മുതൽ കണ്ട കാര്യങ്ങൾ പിന്നീട് കോടതിയിൽ പറഞ്ഞപ്പോൾ ലോകം മുഴുവൻ ഞെട്ടിവിറച്ചുപോയി. ഇതൊരു സാധാരണ കപ്പൽ യാത്രയായിരുന്നില്ല. ക്യാപ്റ്റൻ ബ്രിഗ്സ് തന്റെ കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട യാത്രയ്ക്കായി തന്റെ ഭാര്യയെയും 2 വയസ്സുള്ള മക്കളെയും കൂടെ കൂട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം അതീവ സുരക്ഷിതമായ ക്രമീകരണങ്ങളാണ് കപ്പലിൽ ഒരുക്കിയിരുന്നത്. കപ്പലിലെ ജീവനക്കാർ ആരും തന്നെ മദ്യപിക്കുന്നവരോ പ്രശ്നക്കാരോ ആയിരുന്നില്ല. 1872 നവംബർ 7 ന്യൂയോർക്കിൽ നിന്നും ഇറ്റലിയിലെ ജനേവ ലക്ഷ്യമാക്കിയാണ് അവർ പുറപ്പെട്ടത്. കപ്പലിൽ ഉണ്ടായിരുന്നത് വ്യാവസായിക ആവശ്യങ്ങൾക്കുള്ള 1701 ബാരൽ ആൽക്കഹോൾ ആയിരുന്നു. 6 മാസത്തേക്കുള്ള ആഹാരവും വെള്ളവും കപ്പലിൽ കരുതിയിരുന്നു. എല്ലാ അർത്ഥത്തിലും അതൊരു പെർഫെക്റ്റ് യാത്രയായിരുന്നു. കപ്പൽ കണ്ടെത്തുമ്പോൾ അതിന്റെ ക്യാപ്റ്റന്റെ ക്യാബിനിൽ ഒരു ഡയറി തുറന്നു വെച്ചിട്ടുണ്ടായിരുന്നു. അതായിരുന്നു കപ്പലിലെ ലോഗ് ബുക്ക്. ഒരു ക്യാപ്റ്റൻ കപ്പലിലെ ഓരോ ദിവസത്തെയും വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന ഡയറിയാണത്. അതിലെ അവസാനത്തെ എൻട്രി എഴുതിയിരിക്കുന്നത് നവംബർ 25-നാണ്. അതായത് കപ്പൽ കണ്ടെത്തുന്നതിന് കൃത്യം 10 ദിവസം മുമ്പ്. അതിൽ അസോറസ് ദ്വീപിന് സമീപം കപ്പൽ എത്തിയതായും കാലാവസ്ഥ സാധാരണ രീതിയിലാണെന്നും കൃത്യമായി എഴുതിയിട്ടുണ്ട്. അതിനുശേഷം ആ ഡയറിയിൽ ഒന്നും എഴുതിയിട്ടില്ല. നവംബർ 25 രാവിലെ 8 മണിക്കും ഡിസംബർ 5-നും ഇടയിലുള്ള ആ 10 ദിവസങ്ങളിൽ കപ്പലിനുള്ളിൽ എന്താണ് സംഭവിച്ചത്? അവിടെയാണ് മിസ്റ്ററിയുടെ തുടക്കം. മേരി സെലസ്റ്റിനെ കണ്ടെത്തിയ ഡി ഗ്രാറ്റിയ കപ്പലിലെ ജീവനക്കാർ അതിനെ ജിബ്രാൾട്ടറിലെ ബ്രിട്ടീഷ് തുറമുഖത്തെത്തിച്ചു. കടലിൽ ഉപേക്ഷിക്കപ്പെട്ട കപ്പലുകൾ കണ്ടെത്തി കരയ്ക്കെത്തിച്ചാൽ കപ്പലിന്റെയും അതിലെ ചരക്കിന്റെയും മൂല്യത്തിന്റെ ഒരു വലിയ പങ്ക് കണ്ടെത്തിയവർക്ക് ലഭിക്കും. എന്നാൽ അവിടുത്തെ കടുത്ത നിയമ ഉദ്യോഗസ്ഥനായ ഫ്രെഡറിക് സോളി എന്നയാൾക്ക് ഇതിൽ വലിയൊരു ഗൂഢാലോചന തോന്നി. അദ്ദേഹം ഡി ഗ്രാറ്റിയയിലെ ജീവനക്കാരെ സംശയിച്ചു. പണത്തിനു വേണ്ടി ഡി ഗ്രാറ്റിയയിലെ ആളുകൾ ക്യാപ്റ്റൻ ബ്രിഗ്സിനെയും കുടുംബത്തെയും കൊലപ്പെടുത്തി കടലിൽ തള്ളിയതാണോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ സംശയം. തുടർന്ന് കപ്പലിൽ വിശദമായ ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥൻ കപ്പലിന്റെ തറയിലും ക്യാപ്റ്റന്റെ വാളിലും ചില കറുത്ത പാടുകൾ കണ്ടെത്തി. അത് രക്തക്കറയാണെന്ന് അവർ ഉറപ്പിച്ചു. കപ്പലിൽ വലിയൊരു കൂട്ടക്കൊല നടന്നുവെന്ന് മാധ്യമങ്ങൾ എഴുതി പിടിപ്പിച്ചു. എന്നാൽ മാസങ്ങൾ നീണ്ട ശാസ്ത്രീയ പരിശോധനകൾക്കൊടുവിൽ ആ പാടുകൾ രക്തമല്ലെന്നും കപ്പലിൽ ഉണ്ടായിരുന്ന ചരക്കായ ആൽക്കഹോളും ഇരുമ്പും ചേർന്നുണ്ടായ തുരുമ്പും കറയുമാണെന്ന് കോടതി കണ്ടെത്തി. കൂടാതെ കപ്പലിലെ ഒരു സാധനം പോലും മോഷ്ടിക്കപ്പെട്ടിരുന്നില്ല. അതോടെ കൊലപാതക സിദ്ധാന്തം പൊളിഞ്ഞു. ഡി ഗ്രാറ്റിയയിലെ ജീവനക്കാർ നിരപരാധികളാണെന്ന് തെളിഞ്ഞു. എങ്കിൽ പിന്നെ ആ 10 മനുഷ്യർ എവിടെ പോയി? മേരി സെലസ്റ്റിന്റെ കഥ ഇന്ന് ലോക പ്രശസ്തമാകാൻ കാരണം നമ്മളെയെല്ലാം അത്ഭുതപ്പെടുത്തിയ ഷെർലക് ഹോംസിന്റെ സൃഷ്ടാവായ സർ ആർതർ കോനൻ ഡോയൽ ആണ്. 1884-ൽ അദ്ദേഹം ഈ സംഭവത്തെ ആസ്പദമാക്കി ഒരു ഫിക്ഷൻ കഥ എഴുതി. ആ കഥയിൽ അദ്ദേഹം കപ്പലിന്റെ പേര് മേരി സെലസ്റ്റ് എന്നതിൽ നിന്നും
മേരി സെലസ്റ്റെ എന്ന് മാറ്റി. ആ കഥയിലാണ് അദ്ദേഹം എഴുതിയത്, കപ്പൽ കണ്ടെത്തുമ്പോൾ അടുപ്പിൽ ചായ തിളച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മേശപ്പുറത്ത് പകുതി കഴിച്ച പ്രഭാത ഭക്ഷണം ഇരിപ്പുണ്ടായിരുന്നു. ജനങ്ങൾ ഇതൊരു യഥാർത്ഥ സംഭവമാണെന്ന് വിശ്വസിച്ചു. എന്നാൽ യഥാർത്ഥത്തിൽ കപ്പൽ കണ്ടെത്തുമ്പോൾ അടുപ്പ് ഓഫായിരുന്നു. മേശപ്പുറത്ത് ഭക്ഷണമേ ഉണ്ടായിരുന്നില്ല. കോനൻ ഡോയലിന്റെ കഥയുണ്ടാക്കിയ മിഥ്യാധാരണകൾ ഇന്നും ആളുകൾ സത്യമാണെന്ന് വിശ്വസിക്കുന്നു. വർഷങ്ങളോളം പലവിധ തിയറികൾ ജനങ്ങൾക്കിടയിൽ പ്രചരിച്ചു. ഭീമാകാരമായ ഏതോ കടൽ ഒക്ടോപ്പസ് വന്ന് ജീവനക്കാരെ ഓരോരുത്തരായി പിടിച്ചുകൊണ്ടു പോയതാണെന്ന് ചിലർ വിശ്വസിച്ചു. എന്നാൽ കപ്പലിന് ഒരു പോറൽ പോലും ഏറ്റിരുന്നില്ല. അതിനാൽ അത് അസാധ്യമാണ്. മറ്റു ചിലർ പറഞ്ഞത് കടൽ കൊള്ളക്കാർ ആക്രമിച്ചതാണെന്നാണ്. എന്നാൽ കപ്പലിലെ കോടിക്കണക്കിന് രൂപ വില വരുന്ന ആൽക്കഹോളും ജീവനക്കാരുടെ സ്വർണവും പണവും അങ്ങനെ തന്നെ ഇരുന്നതിനാൽ കൊള്ളക്കാരുടെ സിദ്ധാന്തവും തള്ളപ്പെട്ടു. അമാനുഷിക കഥകളെല്ലാം മാറ്റിവെച്ച് ശാസ്ത്രീയമായി ചിന്തിച്ചപ്പോഴാണ് യഥാർത്ഥ വില്ലൻ ആരാണെന്ന് മനസ്സിലായത്. ജിബ്രാൾട്ടറിൽ വെച്ച് കപ്പലിലെ ചരക്കുകൾ പൂർണ്ണമായി പരിശോധിച്ചപ്പോൾ ആകെ ഉണ്ടായിരുന്ന 1701 ബാരലുകളിൽ 9 ബാരലുകൾ പൂർണ്ണമായും ശൂന്യമായിരുന്നു. അവയിലെ ആൽക്കഹോൾ പുറത്തേക്ക് ഒഴുകിയിരുന്നു. ഈ 9 ബാരലുകളാണ് ഈ ഇൻവെസ്റ്റിഗേഷന്റെ ക്ലൈമാക്സ്. ലോഹ ബാരലുകൾക്ക് പകരം തടി കൊണ്ടുള്ള ബാരലുകളിലാണ് ആൽക്കഹോൾ സൂക്ഷിച്ചിരുന്നത്. യാത്രക്കിടയിലെ ചൂട് കാരണം ഈ 9 ബാരലുകളിൽ നിന്നും ആൽക്കഹോൾ വായുവിലേക്ക് ആവിയായി പടർന്നു. കപ്പലിന്റെ അടിത്തട്ടിൽ ഈ ഗ്യാസ് കഠിനമായി നിറഞ്ഞു. കപ്പലിനുള്ളിൽ ചെറിയൊരു തീപ്പൊരി ഉണ്ടായാൽ പോലും വലിയൊരു സ്ഫോടനം ഉണ്ടാകുമെന്ന് ക്യാപ്റ്റൻ ബ്രിക്സ് ഭയന്നു. ഒരുപക്ഷെ ചെറിയ രീതിയിൽ നീല നിറത്തിലുള്ള തീജ്വാലകൾ പുറത്തേക്ക് വരുന്നത് അദ്ദേഹം കണ്ടിരിക്കാം. തന്റെ ഭാര്യയുടെയും കുഞ്ഞിന്റെയും ജീവൻ രക്ഷിക്കാൻ ക്യാപ്റ്റൻ പെട്ടെന്നൊരു തീരുമാനമെടുത്തു. ആൽക്കഹോൾ ഗ്യാസ് കപ്പൽ തകർക്കുമെന്ന് ഭയന്ന് ക്യാപ്റ്റൻ താൽക്കാലികമായി എല്ലാവരെയും കൂട്ടി കപ്പലിൽ ഉണ്ടായിരുന്ന ഒരേ ഒരു ലൈഫ് ബോട്ടിലേക്ക് മാറി. അവർ കപ്പൽ പൂർണ്ണമായി ഉപേക്ഷിച്ചില്ല. കപ്പലിന്റെ പിന്നിൽ ഒരു നീണ്ട വടം ഉപയോഗിച്ച് ലൈഫ് ബോട്ടിനെ കെട്ടിയിട്ടു. ഗ്യാസ് ഒഴിഞ്ഞു പോയ ശേഷം തിരികെ കയറാനായിരുന്നു പ്ലാൻ. എന്നാൽ അറ്റ്ലാന്റിക്കിൽ പെട്ടെന്നുണ്ടായ ശക്തമായ കാറ്റിലോ തരംഗത്തിലോ കപ്പൽ മുന്നോട്ട് കുതിക്കുകയും ആ ഭാരത്തിൽ കപ്പലും ലൈഫ് ബോട്ടും തമ്മിൽ ബന്ധിപ്പിച്ചിരുന്ന വടം പൊട്ടിപ്പോകുകയും ചെയ്തു. അതൊരു ദാരുണമായ നിമിഷമായിരുന്നു. ഭീമൻ കപ്പൽ കാറ്റിന്റെ ദിശയിൽ അതിവേഗം മുന്നോട്ട് നീങ്ങി. തുഴകൾ മാത്രമുള്ള ആ ചെറിയ ലൈഫ് ബോട്ടുമായി 10 മനുഷ്യർ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ നടുവിൽ ഒറ്റപ്പെട്ടു പോയി. കപ്പലിൽ ഉണ്ടായിരുന്ന നാവിഗേഷൻ ഉപകരണങ്ങളും ലോഗ് ബുക്കും ക്യാപ്റ്റൻ തന്റെ കയ്യിൽ കരുതിയിരുന്നു. അതുകൊണ്ടാണ് കപ്പൽ കണ്ടെത്തുമ്പോൾ അവ അവിടെ ഇല്ലായിരുന്നത്. വിശാലമായ സമുദ്രത്തിലെ ഭീമൻ തിരകൾക്ക് മുന്നിൽ ആ ചെറിയ ലൈഫ് ബോട്ടിന് എത്ര നേരം പിടിച്ചു നിൽക്കാൻ കഴിയും? ഒടുവിൽ ഒരു വലിയ തിരമാലയിൽ ആ 10 ജീവനുകളും സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് താഴ്ന്നു പോയിരിക്കാം. കപ്പൽ രക്ഷപ്പെട്ടു. പക്ഷേ അതിലുണ്ടായിരുന്ന മനുഷ്യർ മരണത്തിന് കീഴടങ്ങി. മേരി സെലസ്റ്റിന്റെ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് ഒന്നു മാത്രം: ചിലപ്പോഴൊക്കെ നമ്മൾ എടുക്കുന്ന അതീവ സുരക്ഷിതമായ തീരുമാനങ്ങൾ പോലും പ്രകൃതിയുടെ ശക്തിക്ക് മുന്നിൽ വലിയ ദുരന്തങ്ങളായി മാറാറുണ്ട്. കപ്പലിനുള്ളിൽ തന്നെ നിന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ക്യാപ്റ്റനും കുടുംബവും സുരക്ഷിതമായി ഇറ്റലിയിൽ എത്തുമായിരുന്നു. എന്നാൽ ഭയം അവരെ കൊണ്ട് ലൈഫ് ബോട്ടിലേക്ക് ചാടിച്ചു. അത് അവരുടെ മരണവിധിയായി മാറി. 150 വർഷം കഴിഞ്ഞിട്ടും ആ 10 മനുഷ്യരുടെ ശരീരത്തിന്റെ ഒരു അവശിഷ്ടം പോലും ലോകത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അവർ സഞ്ചരിച്ച ആ ലൈഫ് ബോട്ട് ഇന്നും എവിടെയോ ഒളിഞ്ഞിരിപ്പുണ്ടാകാം. സമുദ്രം ഇങ്ങനെ ലക്ഷക്കണക്കിന് രഹസ്യങ്ങൾ തന്റെ ആഴങ്ങളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഈ ശാസ്ത്രീയമായ നിഗമനമാണോ അതോ ഇതിനു പിന്നിൽ മറ്റെന്തെങ്കിലും അദൃശ്യ ശക്തികൾ ഉണ്ടെന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ